ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഏത് രീതിയിലാണ് നിൽക്കുന്നത്, അതോടൊപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ആ ഒരു സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി ഏത് രീതിയിലാണ് എന്നുള്ളതും, നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും നിങ്ങളോടുള്ള എനർജിയും ഏത് രീതിയിലാണ് എന്നുള്ളത് കൂടെയാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എടുത്തിരിക്കുന്നത്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ കണക്ട് ചെയ്യാതെ പോസിറ്റീവായിട്ട് മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സന്റെ മുഖം, അതുപോലെ തന്നെ അവരുടെ പേര് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പേജ് ഓഫ് സോൾസ്, Page of Wands, the World Energy, King of Cups, the Lovers, Chariot, Seven of Coins, Knight of Coins, Star Energy, Magician, Seven of Swords, Ten of Swords, Knight of Cups, King of Swords, Ten of Wands, Page of Coins, Emperor, ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന സെവൻ ഓഫ് വാണ്ട്സ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. ആദ്യമേ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ അത് എന്താണ് എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി അത് ഏത് രീതിയിലാണ് എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോ അതികഠിനമായിട്ടുള്ള ഒരു വേദനകളിലൂടെ കടന്നു പോകുന്ന സ്റ്റേജ് ആണ്. വളരെയധികം ഒരു വേദനാജനകമായ സിറ്റുവേഷൻ, ഒരു മുങ്ങിത്താഴുന്ന ഒരു അവസ്ഥ. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു അറ്റപ്പറ്റി എന്ന് വെച്ചാൽ ബ്രേക്കപ്പിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ്. ഒരു ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ അങ്ങനത്തെ ഒരു രീതിയിലല്ല, ബന്ധത്തിന് കാര്യമായ രീതിയിൽ തന്നെ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ രണ്ട് എനർജി ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു തലയിലേക്ക് തന്നെ എല്ലാവിധ അമ്പുകളും ആഴ്ന്നിറങ്ങിയാൽ എത്രത്തോളം വേദനയായിരിക്കും, അത്രത്തോളം പെയിൻഫുൾ ആയ സിറ്റുവേഷൻ. മുന്നോട്ടേക്കോ പിന്നോട്ടേക്കോ അനങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കും റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. ഇപ്പോൾ ചിലവരുടെയൊക്കെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വലിയ രീതിക്ക് ഒരു ചതി നേരിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾ അത്രത്തോളം സ്നേഹം കാര്യങ്ങളൊക്കെ കൊടുത്തു നിന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അത്രത്തോളം കുത്തി നോവിച്ച്, അതും പല പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചീറ്റ് ചെയ്ത് അവസാനം നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഇപ്പോൾ അവർ മാറി നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ അത്രയും ഒരു വേദനകളിലൂടെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ നൽകി അങ്ങനെ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. ഇവിടെ ലവേഴ്സ് എനർജി ആണെന്നുണ്ടെങ്കിലും കമ്മിറ്റ്മെന്റ് എനർജി ആണെങ്കിലും കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞ വ്യക്തികളായിരിക്കും. ചിലവർ ലവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളാണ്.
അപ്പൊ രണ്ട് രീതിയിലും എനർജി കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ രണ്ട് രീതിയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ബന്ധത്തിൽ ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത്രയും പെയിൻഫുൾ ആയ ഒരു അവസ്ഥയാണ്. വളരെ ഘടനയോടുകൂടി വളരെ നല്ല രീതിക്ക് മുന്നോട്ടേക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റിരിക്കുന്ന ഈ ഒരു ആഘാതം അത് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ആടി ഉലച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് ഒരു നോവ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് എത്രത്തോളം നിങ്ങളുടെ മനസ്സിനെ മുറിവേറ്റിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് അവരെ മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തെറ്റുകളെല്ലാം മനസ്സിലാക്കി തിരിച്ചു വരണം. പക്ഷെ എങ്ങനെ? ജസ്റ്റിസ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഒരു നീതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾക്ക് നീതി ലഭിച്ചേ പറ്റുകയുള്ളൂ. നീതി ലഭിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ചിലവര് ചിന്തിക്കുന്നുണ്ടായിരിക്കാം നീതി എന്ന് പറയുമ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചു പോയ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വേദന തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അവർ ആ ഒരു തെറ്റ് മനസ്സിലാക്കി എല്ലാ രീതിയിലും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു തിരിച്ചറിവ് കൊടുത്ത യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരണം. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു ഘടന വീണ്ടെടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്കിവിടെ കാണാം. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ നിലനിൽപ്പിനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പല വ്യക്തികളും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ മജീഷ്യൻ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരുന്നെങ്കിൽ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം. എന്ത് ചെയ്യാനും നിങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്ന വ്യക്തികളെയാണ് ഈ ഒരു സ്പ്രെഡിൽ എനിക്ക് കാണുന്നത്. വെറുതെ ഇങ്ങനെ കാത്തിരിക്കുക എന്നുള്ള രീതിയല്ല. നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജി പേജ് ഓഫ് കോയിൻസ് ആണെങ്കിലും പേജ് ഓഫ് വാൻഡ്സ് ആണെങ്കിലും പേജ് ഓഫ് സോൾസ് ആണെന്നുണ്ടെങ്കിലും എത്ര റിസ്ക് എടുത്തും ഇത് നേടണം എന്നുള്ളൊരു വാശി അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കാൻ കാരണം ഒരുപക്ഷെ നിങ്ങൾ ഒരു തെറ്റുകളോ കാര്യങ്ങളോ റിലേഷൻഷിപ്പിൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന മുറിവ് അത് നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുകയാണ്. സന്തോഷകരമായ പരിസമാപ്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് വേണം. ഇവര് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ വ്യക്തികളാണെങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവരോടുള്ള ഒരു അഡിക്ഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ അത്രത്തോളം ഈ ഒരു വ്യക്തിയിലേക്ക് ഭയങ്കര അഡിക്റ്റഡ് ആണ്. ഇവിടെ നമുക്ക് 7 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. മുന്നിൽ ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ രീതിയിൽ തടസ്സങ്ങൾ വന്നാൽ പോലും അതിനെയെല്ലാം അതിജീവിക്കാൻ നിങ്ങൾ തയ്യാറെടുത്ത് തന്നെ നിൽക്കുകയാണ് എന്നുള്ള രീതിക്കാണ് നിങ്ങളുടെ എനർജി. അപ്പൊ നിങ്ങളുടെ എനർജി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ നല്ല ഹൈ എനർജിയിലാണ്. വളരെയധികം വേദനകൾ നിങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു വേദനയിലും എവിടെയോ നിങ്ങളുടെ ഒരു പ്രതീക്ഷ വളരെ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ അത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് തന്നെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എടുക്കുമ്പോൾ എത്രത്തോളം വേദനകൾ നിങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ ചാരിയറ്റ് ആണ്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ അറിയാവുന്ന വ്യക്തികളാണ്. ഉള്ളിൽ നടക്കുന്ന വേദനകളും ഉള്ളിൽ നടക്കുന്ന ആ ഒരു പ്രതിഭാസങ്ങളും ഇതൊന്നും പുറത്തേക്ക് എത്തിക്കാത്ത രീതിയിൽ നല്ല രീതിക്ക് നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ബന്ധം വീണ്ടെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം തന്നെയാണ് അതിന്റെ കാരണം. യൂണിവേഴ്സലിനോട് നിങ്ങൾ വളരെയധികം അടുത്ത് നിൽക്കുന്ന വ്യക്തികളായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. മാത്രമല്ല ഈ ഒരു വ്യക്തിയിലേക്ക് വളരെ പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇവരോടൊന്ന് സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു ഓപ്പൺ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും എത്ര ശ്രമിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധം വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ ഒരു തോന്നൽ ഉണ്ടായിരിക്കാം ഇവർ എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് കണക്ട് ചെയ്തിരുന്നെങ്കിൽ ബാക്കി ഞാൻ നോക്കാം അല്ലെങ്കിൽ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു വ്യക്തിയിലേക്ക് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുമ്പോൾ ഇവിടെ കിങ് ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും ലവേഴ്സ് എനർജി ആണെങ്കിലും നിരന്തരമായിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ ഇവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് അറുത്ത് മാറ്റിയാലും മറന്നു പോകാൻ അല്ലെങ്കിൽ മറക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിക്കാണ് നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഏറ്റിരിക്കുന്ന മുറിവ് അതൊരു വലിയൊരു മുറിവ് തന്നെയാണ്. അപ്പൊ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വേദനാജനകമായ സിറ്റുവേഷനിലും ഇപ്പോഴും നിങ്ങൾ ആ ഒരു പ്രതീക്ഷയും വെച്ച് മുന്നോട്ടേക്ക് പോകുന്നവരാണ്. അതും നീതിപൂർവ്വം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വേണം. നീതി ലഭിക്കാതെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധം ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു വ്യക്തി തിരിച്ചു വരികയും വേണം. എന്നാൽ അവർ ആ ഒരു തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ടും ആയിരിക്കണം എന്നുള്ള രീതിക്ക് നിൽക്കുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ കണ്ടു വളരെ പെയിൻഫുൾ ആയ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ചീറ്റിംഗ് ചതിയിൽ അകപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചതി എന്ന് പറയുമ്പോൾ പല പല കാര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം.
ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുക. മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തികളായിട്ടോ ഫാമിലി ആയിട്ടോ ഉള്ള കാര്യങ്ങളോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ അവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളെ ഇങ്ങനെ ചതിക്കുമെന്ന്. ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണെന്നുള്ളത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ ഇവർ നിങ്ങളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഹൈഡിങ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കില്ല കാണിക്കുന്നത്. പക്ഷെ അവസാനം ഇവരെ ഇട്ടിട്ട് പോകും എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇവർ നിങ്ങളുടെ പൂർണ്ണമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളെ വേണ്ട എന്ന് വെക്കുമെന്നൊന്നും നിങ്ങൾ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവില്ല. നിങ്ങൾ അത്രയും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓരോ പ്രാവശ്യവും ഇവർ നിങ്ങളെ വേദനിപ്പിക്കുമ്പോഴൊക്കെയും നിങ്ങൾ അതെല്ലാം മറന്ന് കൂടെ നിന്നിട്ടും ഉണ്ടായിരിക്കാം. അപ്പൊ എന്നിട്ടും ഈ ഒരു സ്പ്രെഡിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, അത്രയും വേദനകൾ നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് നിങ്ങൾ ഇപ്പോഴും ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് നിങ്ങൾ ആ ഒരു പ്രതീക്ഷ ഇപ്പോഴും വെച്ചിരിക്കുന്നത് വെറുതെ ഇവർ നിങ്ങളിലേക്ക് ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയില്ല. കാരണം ഇവിടെ ജസ്റ്റിസ് എനർജി വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നീതി ലഭിച്ചേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ നീതിപൂർവം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം, അത് നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. സത്യസന്ധമായ രീതിയിൽ മാത്രമേ ഇനി ഇതിനകത്തൊരു വിജയം നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അല്ലാത്ത രീതിയിൽ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന സിറ്റുവേഷൻ ആണെന്നുള്ളത്. അപ്പൊ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഇങ്ങനെ വരാനാണെങ്കിൽ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ട. ഇനി ഇവർ നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മനസ്സ് നിറഞ്ഞ അല്ലെങ്കിൽ ഹൃദയം നിറഞ്ഞുള്ള ആ ഒരു സ്നേഹവുമായിട്ട് മാത്രമേ കടന്നു വരാവൂ എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസിഷൻ ആണ് നിങ്ങൾ ഇവിടെ യൂണിവേഴ്സിനോട് സമർപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ ആ ഒരു പ്രതീക്ഷ കൊടുത്ത് നിൽക്കുന്നത്. അവിടെയാണ് നിങ്ങൾ ആ ഒരു നീതി പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇമോഷണലി നിങ്ങൾ വളരെയധികം വീക്ക് ആവുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഒന്നും കഴിയുന്നില്ല. പലപ്പോഴും നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കാം, പലപ്പോഴും നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരിക്കാം, നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു ദേഷ്യം വരുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ആ ഒരു യൂണിവേഴ്സിലേക്ക് നിങ്ങളുടെ ആ ഒരു വേദനകളെല്ലാം സമർപ്പിക്കുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബ്ലെസ്സിങ് തന്നെയായിരിക്കും. നിങ്ങൾ ആ ഒരു ഇമോഷൻസ് മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് എത്തിക്കാതെ നിങ്ങൾ തന്നെ മാനേജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വീണ്ടും ആ ഒരു കമ്മിറ്റ്മെന്റ്, സ്ട്രോങ് കമ്മിറ്റ്മെന്റ് വേണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്നവരാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എടുക്കുമ്പോൾ വരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് സിറ്റുവേഷൻ നമുക്ക് ഈ ഒരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ലെസ് കോണ്ടാക്ട് എന്നുള്ള രീതിക്കൊന്നും അല്ല, പൂർണ്ണമായിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്ന ഒരു ബന്ധമാണിത്. അതും ഒരു ചതിയിലൂടെ നിങ്ങളെ പെടുത്തി കളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ എടുത്തു, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എടുത്തു. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ, അതുപോലെ അവരുടെ എനർജി നിങ്ങളിലേക്ക് ഏത് രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് നോക്കാം. Two of Pentacles, Seven of Pentacles, the Lovers, Ten of Swords, Ten of Wands, Four of Swords, Ace of Pentacles, Six of Cups, the World Energy, Four of Wands, Four of Cups, the Tower Energy, Justice, Judgment, Star Energy, King of Swords, Seven of Wands, Nine of Swords, ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോർഡ്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ, അതായത് നിങ്ങളെ ചതിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളെ ചീറ്റ് ചെയ്തു പോയ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, അവരുടെ എനർജി ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് കണക്ട് ആകുന്നത്, അതായത് നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ പറയാ, എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് ത്രീ ഓഫ് സോർഡ്സ് ആണ്.
എന്തിന്റെ പേരിൽ നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോയവരാണെന്നുണ്ടെങ്കിലും ചെയ്തിരിക്കുന്നത് ഒരു ചതിയാണ് അല്ലെങ്കിൽ ചീറ്റിംഗ് ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി സ്പ്രെഡ് എടുത്തായിരുന്നു. അതനുസരിച്ച് കണക്ട് ചെയ്ത് വരുന്ന സിറ്റുവേഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളുടെ അകൽച്ചയിൽ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു അകൽച്ച നിങ്ങളെ പൂർണ്ണമായും നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ സ്വയമേ മനസ്സുരുകി വേദനിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ അത്രത്തോളം വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഹൃദയം നുറുങ്ങുന്ന ഒരു വേദന. ഹൃദയത്തിലേക്ക് ഒരുമിച്ച് ഒരുപാട് വേദനകൾ ആഴ്ന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഏൽക്കേണ്ടി വരുന്ന പ്രഹരങ്ങൾ, അതിന്റെ കാരണം ഇവിടെ ടവർ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവരുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തന്നെ യൂണിവേഴ്സ് ആയിട്ട്, അതായത് പ്രപഞ്ച ശക്തിയിൽ നിന്ന് തന്നെ ഇവർക്ക് ജസ്റ്റിസ് ആണ്, കർമ്മയാണ് കിട്ടിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഇവരുടെ ലൈഫിൽ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ മനസ്സ് നുറുങ്ങുന്ന വേദനയോടുകൂടി നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. സ്വയമേ ചെയ്തു പോയ തെറ്റുകള് കാര്യങ്ങള് എല്ലാം ഓർത്ത് സ്വയം എന്ന് വെച്ചാൽ നിങ്ങളോട് ചെയ്തു പോയ ചതിയെ ഓർത്ത് സ്വയം വേദനിക്കുന്നു. അവര് ചെയ്തു പോയ തിരിച്ചറിവുകൾ, അതായത് അവര് ചെയ്തു പോയ തെറ്റുകളുടെ തിരിച്ചറിവുകൾ അവരിൽ തന്നെ ആഴത്തിൽ ഒരു ചിന്ത ഉണ്ടാക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്യണം അല്ലെങ്കിൽ എത്ര റിസ്ക് എടുത്തിട്ടും വീണ്ടെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹവും നിങ്ങളുടെ വ്യക്തിയിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രധാന കാരണം ആദ്യമേ നമ്മൾ അവിടെ എടുത്തപ്പോൾ തന്നെ കണ്ടായിരുന്നു, നിങ്ങളുടെ ആ ഒരു വേദനകള് പൂർണ്ണമായും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ചവരാണ്. അപ്പൊ യൂണിവേഴ്സ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ നൽകിക്കൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളെ കുറിച്ച് ഈ ഒരു രീതിയിലേക്ക് ചിന്തിപ്പിക്കാൻ കാരണമായിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിച്ച വ്യക്തികളാണ് ഇവര്. ഒരു നിലപാടില്ലാത്ത രീതിയിൽ നിങ്ങളെ മാറ്റി നിർത്തിയവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ വാല്യൂ ഒരു പ്രയോറിറ്റി നൽകാതെ പോയവരാണ്. എന്നാൽ ഇപ്പോ അവര് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കണം എന്നുള്ള രീതിക്ക് അവരുടെ എനർജി മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് വളരെയധികം ഒരു പ്രണയം, സ്നേഹം എല്ലാം തോന്നുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച അതേ പെയിൻഫുൾ ആയ സിറ്റുവേഷൻ, വേദനാജനകമായ സിറ്റുവേഷൻ അവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 ഓഫ് സോൾസ് ആണെങ്കിൽ ഇവിടെ 10 ഓഫ് സോൾസ് ആണ്. ഇവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് അവർക്ക് മുറിവുകൾ ഏൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരട്ടി ഇരട്ടിയായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഏൽക്കേണ്ടി വരുന്ന പ്രഹരങ്ങൾ. അപ്പൊ ഇവർക്ക് കാര്യമായിട്ട് എവിടെ നിന്നൊക്കെയോ നല്ല രീതിക്ക് തിരിച്ചടികൾ ലഭിക്കുന്നുണ്ട്. അതും ഒന്നോ രണ്ടോ സ്ഥലത്ത് നിന്നല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഭാരം അവരിപ്പോ ഏറി നടക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു ഭാരങ്ങളെല്ലാം എവിടെയെങ്കിലും ഇറക്കി വെക്കണം, ഇതിന് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ വേണമെന്ന് അവരായിട്ട് തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ആഴത്തിൽ നിങ്ങളെ കുറിച്ച് ഈ ഒരു വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. എത്രത്തോളം സ്പീഡിലാണോ നിങ്ങളിൽ നിന്ന് മാറി ഓടിപ്പോയത്, ഇപ്പൊ ആ ഒരു സ്ഥലത്ത് stuck ആണ്. ആ stuck ആയ സ്ഥലത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞുപോയ നിങ്ങളുടെ ബന്ധത്തില് അവര് പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങള്, അവര് ചെയ്തു കൂട്ടിയ തെറ്റുകള്, പാപങ്ങള് അതെല്ലാം ഓർത്തെടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാണ്. എന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നവരാണ്. എന്തൊക്കെ സിറ്റുവേഷൻ അവരുടെ ചുറ്റിനും ഒരുപാട് ഓപ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. എന്തൊക്കെ സാഹചര്യങ്ങൾ അവർക്ക് ചുറ്റിനും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് അവിടെ ഒരു മനസ്സമാധാനം ഇല്ല. മനസ്സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി. അതിന്റെ കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് അപ്രതീക്ഷിതമായി തിരിച്ചടി നേരിട്ടത് കൊണ്ട് തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എനർജിയിൽ നമ്മൾ നോക്കിയപ്പോൾ കണ്ടായിരുന്നു നിങ്ങൾ നീതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ ഒരു നീതിയും ന്യായവും എല്ലാം നടപ്പിലാകുന്ന സ്റ്റേജ് ആണ്. കാരണം ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ജസ്റ്റിസ് ആണെങ്കിലും ജഡ്ജ്മെന്റ് ആണെങ്കിലും വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാലം വഴിമാറിയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. കാരണം നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയിലും ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് വളരെ പ്രതീക്ഷയോട് കൂടി അവരും നോക്കി കാണുന്നുണ്ട്. സന്തോഷകരമായ ഒരു പരിസമാപ്തി റിലേഷൻഷിപ്പിൽ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഹൃദയത്തോട് നിങ്ങളെ ചേർത്ത് നിർത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അത്രത്തോളം മിസ് ചെയ്യുകയാണ്. എല്ലാ രീതിയിലും റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് വേണം. അതിന് സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. ചെയ്തു പോയ തെറ്റുകള് കാര്യങ്ങളെല്ലാം ഒരുപാട് വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടേക്ക് ഈ ഒരു ബന്ധത്തെ നയിക്കാനായിട്ട് ഇവരായിട്ട് തന്നെ മുൻപന്തിയിൽ ഉണ്ടാകും എന്നുള്ള രീതിക്കും ഒരു തീരുമാനം, അത് നിങ്ങളുടെ വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് പ്രകടമായിട്ട് തന്നെ കാണാനായിട്ട് ഈ ഒരു സ്പ്രെഡിലൂടെ സാധിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു കുറ്റബോധമാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്.
അല്ലെങ്കിൽ ആ ഒരു നഷ്ടബോധം, സ്വയം താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ എന്നൊരു ചിന്തയും, അതോടൊപ്പം താൻ ചെയ്തു പോയ പാപങ്ങളിലൂടെ അല്ലെങ്കിൽ തെറ്റുകളിലൂടെ തനിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന സാഹചര്യം. അപ്പൊ ഇവർക്ക് എന്തൊക്കെയോ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തന്നെയാണ് ഇവർക്ക് നേരിട്ടിരിക്കുന്നത്. അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. അത് പലർക്കും പല രീതിയിലായിരിക്കാം ചിലപ്പോ. അപ്പൊ അങ്ങനെ ഒരു നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തരാതെ നിങ്ങളുടെ ബന്ധത്തിൽ ഉഴപ്പിക്കളിച്ചവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ നൽകണം എന്നുള്ള അതിയായ ആഗ്രഹം നിങ്ങളെക്കാൾ കൂടുതൽ ഇവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ മനസ്സിന്റെ ഏറ്റ മുറിവുകൾക്ക് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്കൊരു മരുന്ന് തന്നെയാണ് തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച നീതി നിങ്ങളിലേക്ക് നടപ്പിലാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ഇത്രയും സ്ട്രഗിളിംഗ് സിറ്റുവേഷനിലൂടെ മുന്നോട്ടേക്ക് പോകുന്നത്. മാത്രല്ല അവരുടെ എനർജിയിൽ ചിന്തകളിലൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി എന്നുള്ള രീതിക്ക് നിന്നിരുന്ന ഒരു ബന്ധമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ കറന്റ് സിറ്റുവേഷൻ നോക്കിയപ്പോൾ തന്നെ കണ്ടായിരുന്നു. എല്ലാ രീതിക്കും കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു അറ്റപ്പറ്റേ നിൽക്കുന്ന ബന്ധമാണ്. പക്ഷെ അവിടെ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. പൂർണ്ണമായിട്ടും എൻഡ് ആകുന്ന ഒരു അവസ്ഥയല്ല. നിങ്ങൾക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കും മതി, ഇനിയും എനിക്ക് അനുഭവിക്കാൻ വയ്യ എന്നുള്ള ഒരു സ്റ്റേജിലൊക്കെയാണ് നിങ്ങൾ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച അതേ പെയിൻ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ വ്യക്തിയിലും വന്നിരിക്കുകയാണ്. അവർക്കും ഇനി വയ്യ. കാരണം അവർക്ക് നിരന്തരമായിട്ട് ഒരുപാട് പ്രഹരങ്ങള് കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. തിരിച്ചടികൾ അവരുടെ ലൈഫിൽ, തിരിച്ചടി എന്ന് പറയുമ്പോൾ ഒരെണ്ണം മാത്രമല്ല, റിപ്പീറ്റ് ചെയ്ത് കുറേ അധികം പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കണ്ണുനീര് തന്നെയാണ് അവർക്ക് വന്നിരിക്കുന്ന തിരിച്ചടികൾ. ആ ഒരു തിരിച്ചടികളിലൂടെ തന്നെയാണ് അവർ ആഴത്തിൽ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരെ കൊണ്ട് യൂണിവേഴ്സ് ആഴത്തിൽ ചിന്തിപ്പിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ ബന്ധത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ന്യായപൂർവ്വം ഇപ്പൊ ചീറ്റ് ചെയ്ത് പോയവരാണെങ്കിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യം നിങ്ങളുടെ ബന്ധത്തിൽ വലിയ രീതിക്ക് ചതി ചെയ്ത് പോയ വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സൺ തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് നിങ്ങൾ നല്ല രീതിക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് തന്നെ എടുത്ത് നോക്കണം. കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാര്യങ്ങൾ കുറെയൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആയാലും ഇതൊരു തീരുമാനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കരുത്. പേഴ്സണൽ കാര്യങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയോട് കൂടി വേണം എടുക്കാനായിട്ട്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് എല്ലാ രീതിയിലും അവരുടെ എനർജിയിൽ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ആ ഒരു ചതി കാര്യങ്ങളൊക്കെ ചെയ്തതിൽ നല്ല രീതിക്ക് കുറ്റബോധവും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് സ്വയം ഹീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഇനി മുന്നോട്ടേക്ക് നിങ്ങളെ ചതിക്കുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനം, അല്ലെങ്കിൽ ഇനി ചതിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ അവരുടെ ലൈഫിൽ ഇല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പൊ തന്നെ അവർ ആ ഒരു മരണതുല്യമായ വേദനകളിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഇനിയും നിങ്ങളെ ചതിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നിങ്ങളോട് ചെയ്തതിന്റെയാണ് അവർ ഈ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി ഒരു തീരുമാനം എടുത്തിട്ട് നീതിപൂർവ്വം നിങ്ങളിലേക്ക് പ്രവർത്തിക്കാനും അർഹതപ്പെട്ട സ്നേഹം അതിന്റെ യഥാർത്ഥമായ കൈകളിൽ തന്ന് അല്ലെങ്കിൽ അർഹമായ രീതിയിൽ നിങ്ങളെ ചേർത്ത് നിർത്തുക, നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകുക, നിങ്ങൾക്ക് ഒരു വാല്യൂവും തരാതെ നിങ്ങളെ മാറ്റി നിർത്തിയവരാണെങ്കിൽ ഈ ഒരു സമയത്ത് എല്ലാ വാല്യൂവും കാര്യങ്ങളും എല്ലാം നൽകി നിങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള രീതിയിലേക്ക് അവരുടെ എനർജി മാറുന്നുണ്ട്. അപ്പൊ അത്രത്തോളം നിങ്ങളുടെ വ്യക്തിയിൽ ഒരു മാറ്റങ്ങൾ ഇവിടെ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച ആ ഒരു മനസ്സിന്റെ പെയിൻ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ കടന്നു പോകുന്നത്. അവർ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെയാണ്, ആ ഒരു സ്ട്രഗിളിംഗ് സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ അവര് ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രതീക്ഷയോടുകൂടി അവരും ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നത്. ഇവിടെയാണെങ്കിലും കിങ് ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. സത്യസന്ധമായ രീതിയിൽ ഇതിലൊരു വിജയം വേണമെന്നുള്ളത് അവരുടെയും കൂടെ ആവശ്യമായിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാനാണ്. അതോടൊപ്പം ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജിയിലൂടെ നിങ്ങളുടെ പേഴ്സൺ കടന്നു വരുന്നത് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻസ് ആയിട്ടും മൊത്തത്തിൽ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് എനർജിയെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാം. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ക്ലൂസോ കാര്യങ്ങളോ എടുക്കുന്നില്ല, നമ്മൾ സിറ്റുവേഷൻ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വെച്ച് തന്നെ നോക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ഞാൻ വീണ്ടും എടുത്തു പറയാണ്, നിങ്ങളുടെ ആ ഒരു വ്യക്തി
നിങ്ങളെ വേദനിപ്പിച്ച് പോയവരാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേദന തന്ന നിങ്ങളുടെ വ്യക്തിക്ക് അതേപോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഈക്വൽ ആയിട്ട് അതേ നാണയത്തിൽ തന്നെ യൂണിവേഴ്സ് തിരിച്ചടി കൊടുത്തിരിക്കുകയാണ്. അവർക്കും റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് പ്രഹരങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്രതീക്ഷിതമായിട്ട് അവർക്ക് നേരിട്ടിരിക്കുന്ന തിരിച്ചടികൾ അവർ ഒട്ടും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവരുടെ ലൈഫിൽ അവർക്ക് ഇങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. എന്നാൽ യൂണിവേഴ്സ് നിങ്ങൾ മറന്നാലും കാലം മറക്കില്ല എന്ന് പറയുന്ന പോലെ യൂണിവേഴ്സ് അവരിലേക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അവർ ചെയ്ത തെറ്റുകളെല്ലാം തിരിച്ചറിയാനും ഒരു വഴി ഒരുക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു രീതിയിലൂടെയൊക്കെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന വ്യക്തികളാണ്. അവരുടെ എനർജി കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.